ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സൈക്കോ കപ്പിൾസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇൻഫോം ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ തായ്ലൻഡ് ട്രിപ്പാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായിട്ടുള്ള HH ഫാമറിൽ നിന്ന് ഞാൻ ഒരു കമ്പനി ട്രിപ്പ് കിട്ടിയാണ്. ഞാൻ കൂടാതെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 11 കൊളീഗ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളെന്ന് പറയാൻ പോകുന്നത്. നോർമലിയുള്ള പ്രൊസീജിയർ പോലെ ഞങ്ങളുടെ ലഗേജൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇനിയുള്ള നമ്മുടെ ലഗേജ് കൊടുക്കണം. ദെൻ ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാൽ പിന്നെ ഗേറ്റിലോട്ട് പോകണം. ഇത്രയും പ്രൊസീജിയറാണ് ഇനി മുന്നോട്ടുള്ളത്. നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം. അതുകൂടാതെ ഞങ്ങളുടെ ഈ ട്രിപ്പിനെ കോർഡിനേറ്റ് ചെയ്തേക്കുന്ന ഫ്ലൈവാൾ എന്ന് പറഞ്ഞ കമ്പനിയാണ്. കൊച്ചിയിലുള്ള ഫേമസ് ആണ് ഫ്ലൈവാൾ. ഏറ്റവും കൂടുതൽ ട്രിപ്പുകൾ കോർഡിനേറ്റ് ചെയ്ത ടീമാണ്. അവരായിരുന്നു ഞങ്ങളുടെ ഈ ട്രിപ്പും കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല പക്ക സർവീസ് ആയിരുന്നു. എല്ലാ കാര്യത്തിലും ആണെങ്കിൽ കോർഡിനേഷൻ പക്ക ആയിരുന്നു. നല്ല ഒരു എന്താ പറയുന്നത്, ഫ്രണ്ട്ലി ആയിട്ടുള്ള സപ്പോർട്ടീവുള്ള ടീമായിരുന്നു എല്ലാ കാര്യത്തിലും. അവിടുത്തെ ട്രാവലിംഗ് ആയിക്കോട്ടെ, എനിവൺ എല്ലാ കാര്യവും ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരുന്നു ഇവരുടെ ഈ ടീമിനെ കൊണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ബോർഡിംഗ് പാസിങ്ങിൻ്റെ കൗണ്ടറിൻ്റെ അടുത്തെത്തി. അപ്പോൾ എൻ്റെ കൊളീഗ്സ് ഓരോരുത്തരായിട്ട് ഇപ്പം ബോർഡിംഗ് പാസിലോട്ട് ചെല്ലുന്ന ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യാനും ലഗേജ് വിടാനുള്ള പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ടേംസായി. മാക്സിമം അതും എൻ്റെ ടേംസുമായി ഞാൻ നോർമലി ഉള്ള പോലെ തന്നെ എല്ലാം കളക്ട് ചെയ്ത് എങ്ങനെ എൻ്റെ ബോർഡിംഗ് പാസും കിട്ടി. ദെൻ ഞങ്ങളിനി മുന്നോട്ട് മൂവ് ചെയ്യായിരുന്നു. ഇനി സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് ഗേറ്റിലോട്ട് പോവുക, നമുക്ക് ഫ്ലൈറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ള പ്രൊസീജിയറാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ളത്. അപ്പോൾ ആ കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്, ഏകദേശം കുറച്ച് നല്ല ടൈം വെയിറ്റ് ചെയ്തായിരുന്നു. ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൈമായി. ഞങ്ങൾ ഗേറ്റിൽ നിന്ന് മൂവ് ചെയ്ത് ഫ്ലൈറ്റിലോട്ട് പോകാനുള്ള വേ സെറ്റായി. അങ്ങനെ മറ്റേ ഓപ്പണായി. അങ്ങനെ ഞങ്ങളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്ലൈറ്റിലോട്ട് പോകാനുള്ള മൂവിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ എയർ ഏഷ്യയിലേക്കുള്ള ഫ്ലൈറ്റ്, നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എയർ ഏഷ്യ ആയിരുന്നു. എയർ ഏഷ്യയിലോട്ട് മൂവ് ചെയ്ത് കയറി. ദെൻ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ബാങ്കോക്കിൻ്റെ വ്യൂ ആണ്, നൈറ്റ് വ്യൂ ആണ് നമുക്ക് കണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു വല്ലാത്ത സ്ക്വയർ പാറ്റേണിലാണ് അവരുടെ ലൈറ്റ് പ്രൊസീജിയർ. നമ്മൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റില്ല. ലാൻഡിങ്ങിന് മുമ്പ് തന്നെ ഞാൻ ആ ഒരു വ്യൂ കണ്ടപ്പോൾ ശരിക്കും എന്താ പറയുക, ഇന്ന് അടിപൊളിയായിരുന്നു അറിയാമോ. അത്രയ്ക്ക് ഫീലായിരുന്നു. എല്ലാ സ്ക്വയർ പാറ്റേണിലുള്ള ലൈറ്റും ആ മുകളിലുള്ള വ്യൂ, ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ആ വ്യൂ കാണാനാണല്ലോ ലൈഫ് ടൈമിൽ ഞാൻ ഇത്രയും ഒരു ദുബായിക്ക് ഞാൻ പോയതിന് ശേഷം എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട സ്ഥലം വേറെ ഇല്ല. ഈ ഒരു ആകാശ സൗന്ദര്യം കണ്ടതിന് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം കിട്ടിയപ്പോൾ ഞാനത് എടുത്ത് പറയാതിരിക്കുന്നത് അങ്ങനെ തന്നെ പറയണം. കാരണം അടിപൊളിയൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്യുവാണ്. ഞങ്ങൾ ബാങ്കോക്കിലാണ് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളുടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഫ്ലൈറ്റ്. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങളുടെ ബാക്കി നോർമൽ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ബാങ്കോക്ക് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. ഞങ്ങൾ ബാങ്കോക്കിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. എയർപോർട്ടിൽ നിന്ന് നേരെ വെളിലോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഞങ്ങൾ പിക്ക് ചെയ്യാനുള്ള വണ്ടി, നമ്മുടെ നേരത്തെ പറഞ്ഞ ഫ്ലൈവാൾ എന്ന് പറഞ്ഞ കമ്പനി ഓൾറെഡി ഞങ്ങളെ പിക്കപ്പ് ചെയ്യാനുള്ള വണ്ടി നോർമലി നേരത്തെ പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വരുന്ന ഡ്രൈവർ തന്നെ ഗൈഡാണ്, അദ്ദേഹമാണ് ഞങ്ങളോട് വന്നത്. അതുകൂടാതെ തന്നെ ഞങ്ങൾക്കൊരു രാവിലെ മോർണിംഗ് ആണ് ഞങ്ങൾ ഇറങ്ങിയത്. അവിടുത്തെ ടൈം ബാങ്കോക്ക് ടൈം ഒരു 6 മണിയായപ്പോൾ ഞങ്ങളോട് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് നേരെ ഒരു ഫ്രഷപ്പ് റൂം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാങ്കോക്കിൽ തന്നെ. അവിടെ പോയി ഫ്രഷപ്പ് ആവണം. ദെൻ അവിടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയൊരു വണ്ടി. ടൊയോറ്റയുടെ വണ്ടിയായിരുന്നു. അത്യാവശ്യം നല്ല എന്താ പറഞ്ഞാൽ പക്ക ഫീലിംഗ് ആയിട്ടുള്ളൊരു വെഹിക്കിളായിരുന്നു അവർ അറേഞ്ച് ചെയ്തത്. ഒരുപാട് വണ്ടികൾ വെറൈറ്റി ആയിട്ടുള്ള ബാങ്കോക്ക് ഉണ്ട്. നമ്മൾ ടൊയോറ്റയുടെയൊക്കെ ഒരുപാട് പറയും. ഇവിടെ ട്രാവൽ പോലെ യൂസ് ചെയ്യുന്ന 17 സീറ്റിനുള്ള കപ്പാസിറ്റി ഉള്ളതൊക്കെ അവിടെ ടൊയോറ്റയുടെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇനി കാണിക്കാം. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. അവിടുത്തെ ഒരു ട്രാവലിങ്ങിനൊക്കെ ഒരു സെറ്റ് ചെയ്യുന്ന വണ്ടിയല്ല. അങ്ങനെ ഞങ്ങൾക്ക് ഫ്രഷപ്പിനുള്ള ഒരു ഹോട്ടൽ കിട്ടി. ഒരു ഇൻ്റർനാഷണൽ ഒരു 4 സ്റ്റാർ റേറ്റിംഗ് നിൽക്കുന്ന ഒരു ഹോട്ടലായിരുന്നു അവരൊക്കെ ഫ്രഷപ്പ് അലോഡ് ചെയ്തത്. അങ്ങനെ ഓരോരുത്തർക്കും 3 പേർക്കും ഒരു 4 റൂമായിട്ടാണ് കിട്ടിയത് ടീമിന്. അങ്ങനെ ഞാനും എൻ്റെ കൂടെയുള്ള ഹംഷാവോട് ചേർന്ന് ഞങ്ങൾക്ക് റൂമിലോട്ട് പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.
അത്യാവശ്യം നല്ല രീതിയിൽ ആംബിയൻസ് 4-സ്റ്റാർ സെറ്റപ്പിൽ നല്ല ആംബിയൻസ് ഉള്ള റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല വൈബാണ്. കാരണം വെച്ചാൽ വ്യൂ പോയിൻ്റൊക്കെ പക്ക വ്യൂ ആയിരുന്നു. ഇത് കണ്ടറിയാൻ പറ്റും. ലോൺ സൈഡിലൊക്കെ അത്രയും ഒരു ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് ഗാർഡൻ പോലൊക്കെ അടിപൊളിയായിട്ടാണ് അവരത് മേക്ക് ഓവർ ചെയ്ത് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഫ്രഷപ്പ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്ന് ഞങ്ങളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലോട്ട് വന്ന് അത്യാവശ്യം ഇൻ്റർനാഷണൽ രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. നോർമൽ നമുക്കറിയാമല്ലോ അവിടുത്തെ രീതിയിലുള്ള മറ്റേ റൈസുകൾ, ദെൻ നമ്മുടെ സൂപ്പ്, അതുപോലെ തന്നെ മറ്റേ ഓംപ്ലേറ്റ്, പിന്നെ നോർമലി വെജിൻ്റെ കുറച്ച് ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ നോർമലായിട്ടുള്ളൊരു റൈസ് ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ രാവിലെ ഉണ്ടായിരുന്നു. ദെൻ എനിക്ക് കൂടുതലും മാത്രം പിടിക്കാത്തതുകൊണ്ട് ഞാൻ കൂടുതലും കഴിച്ചതെന്ന് വെച്ചാൽ ഒരു ഓംപ്ലേറ്റും ബ്രെഡ് റോസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ ഒരു കോഫിയും കുടിച്ചു, ഒരു ഡ്രിങ്ക്സും കുടിച്ചു, ഒരു ജ്യൂസും കുടിച്ചു രാവിലെ. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും ഞങ്ങൾക്ക് പോകേണ്ട തായ്ലൻഡിലേക്ക് പോകാനുള്ള വണ്ടി വന്നു. ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഞങ്ങൾ 2 വണ്ടി വന്നു. ഒന്ന് ടൊയോട്ടോയുടെ ഒരു ക്രിസ്റ്റോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ലഗേജ് ഫസ്റ്റ് തന്നെ മൂവ് ചെയ്തിട്ട് ഇനി ലഗേജ് ഞങ്ങൾക്ക് കിട്ടുന്നത് തായ്ലൻഡിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലായിരിക്കും. അങ്ങനെ അടുത്ത ഞങ്ങളുടെ ട്രിപ്പ് പോകാനുള്ള ഞങ്ങൾ അടുത്ത നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകണം. തായ്ലൻഡിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ടൈഗർ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഞങ്ങളുടെ വണ്ടി വന്ന് അതിലേക്ക് കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര